ഹലോ, ഞാനും ഉമ്മയും കൂടി പ്ലാമന്തോൾക്ക് പോകട്ടോ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇമ്മ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും കേട്ടോ. ഇവിടെ അടുത്തൊക്കെ സെയിൽ ചെയ്യലുണ്ട്. കുറേ കാലമായിട്ട് അമ്മ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 6-7 വർഷമൊക്കെ ആയിട്ടുണ്ട് അവിടെ തുടങ്ങിയിട്ട്. ഇബുനി അവനൊക്കെ ഇവിടെ അന്നയുടെ അടുത്ത് ആക്കിയിട്ടാണ് പോണത്. ഇമ്മ വണ്ടിയമ്മ കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം, കുട്ടികൾ കറിയൊന്നും ആവുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഓലൊക്കെ ഉറങ്ങല്ലേ, കറിയൊന്നും ഉണ്ടാവില്ല, നമുക്ക് വേഗം വരാൻ കേട്ടോ. വൈകുന്നേരത്താട്ടോ ഞങ്ങൾ പോണത്. ഇനിയിപ്പോൾ എത്ര നേരത്തെ പോയി വരാമെന്ന് വിചാരിച്ചാലും ഓരോ സാധനങ്ങൾ നോക്കിയെടുക്കുമ്പോൾ നേരം മുഴുവൻ കിട്ടും. അതാ പ്രശ്നം. അതാ അമ്മ പറയണത് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് കേട്ടോ. ഇമ്മയായിട്ട് വീഡിയോ എടുത്ത് തരുന്നത്, ഞാൻ വണ്ടി ഓടിക്കല്ലേ. അങ്ങനെ വിളയൂർക്ക് എത്താറായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഈ ഷോർട്ട് കട്ട് കൂടെ കയറാമെന്ന് കേട്ടോ. ഉമ്മ ചോദിച്ചത് എന്തേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റോഡ് ഭയങ്കര മോശമല്ലേ, അവിടെ നേരാക്കാൻ വേണ്ടി പൊളിച്ചിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതന്നെ പോയി. ഇതന്നെ പോകുമ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വന്നിട്ടോ. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ കുറേ നടന്നിട്ടുണ്ട് ഈ വഴി കൂടെയൊക്കെ. ഇതാട്ടോ ഞങ്ങളെ സ്കൂൾ, ഇത് സ്കൂളിൻ്റെ ബാക്ക് ഭാഗമാട്ടോ. അങ്ങനെ ഞാൻ ഉമ്മാട് പറയായിരുന്നു ഉമ്മ ഇതിനൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം ശരിക്കും കാണാൻ പറ്റും. സ്കൂളിൽ വിടുന്ന നേരമായതുകൊണ്ട് സ്കൂൾ ബസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങളുടെ പ്ലാമന്തോളം എത്തിട്ടോ. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അമ്മ മൻസൂറിന് സാധനങ്ങൾ വാങ്ങലുണ്ട്. പട്ടാമ്പി മൻസൂറിന് ഹോൾസെയിലായിട്ട് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ അമ്മ അവിടെ നിന്ന് വാങ്ങിക്കാട്ടോ ചെയ്യുക. പിന്നെ ഇങ്ങനെ ഇല്ലാത്ത അല്ലറച്ചിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ നിന്ന് വാങ്ങിക്കൽ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ മുമ്പിലെത്തിട്ടോ. ഡെക്കറേഷനുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ കുറച്ച് ബേക്കറി വാങ്ങിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ചോക്ലേറ്റ് ബസാറിൻ്റെ മുമ്പിലെത്തിട്ടോ. പ്ലാമന്തോള് ഇവിടുന്നായിട്ട് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുക. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഹാമ്പറിനുള്ള സാധനങ്ങൾ, ഗിഫ്റ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് വാങ്ങിച്ചു. ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളുടെ കുറച്ച് ബോൾസും പിന്നെ ബട്ടർഫ്ലൈസ്, മോം ട്യൂബിൻ്റെ സ്റ്റിക്ക്, പിന്നെ രണ്ട് ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയും ചെയ്തു കേട്ടോ. അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ ബേക്കറി ബസാർ കയറി. ഇത് ഞങ്ങൾ അടുത്തുള്ളൊരു കാക്കാൻ്റെ കട കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ബേക്കറി വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അമ്മക്ക് പിന്നെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനം കൂടി വാങ്ങിച്ചു. അപ്പോഴേക്ക് കുഞ്ഞാത്ത വിളിച്ചു. കുഞ്ഞാത്താക്ക് 2-3 സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ ഇബു ഹവ്വയൊക്കെ നീറ്റിക്കണം കേട്ടോ. ഞാൻ ഇബു കറി ഉണ്ടാവും വിചാരിച്ചിട്ട്, പക്ഷേ ഇബു കറിയൊന്നും ഇരുന്നില്ല. അവൻ ഭയങ്കര കളിയിൽ നിന്നിട്ട് മുറ്റത്താകുമ്പോൾ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. ഉള്ളിലാകുമ്പോഴേ പ്രശ്നമുള്ളൂ. ഉള്ളിലാകുമ്പോൾ ഇങ്ങനെ ചിരിങ്ങിയും കൊണ്ടാട്ടോ. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് കളിച്ചോളൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. പക്ഷേ ഞാൻ അവനെ വണ്ടിമൊന്നും കയറ്റില്ല കേട്ടോ. വണ്ടിമ കയറ്റി കഴിഞ്ഞാൽ നിൽക്കൂല. ഇഷ്ടമുള്ളൊക്കെ ഈ പ്രായത്തിൽ ഞാൻ വണ്ടിമ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴേക്കും അത് ആ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. 1.5 കിലോൻ്റെ കേക്കാട്ടമ്മ ഉണ്ടാക്കണത്. അപ്പോൾ അതിനുള്ള മുട്ടയൊക്കെ എടുത്തിട്ടാണ് ബീറ്റ് ചെയ്യണത്. ഇബു ആദ്യം തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഇബുവിന് ഇങ്ങനത്തെ മെഷീൻ്റെ സൗണ്ടൊക്കെ കേൾക്കണത് ഭയങ്കര ഇഷ്ടമാട്ടോ. മിക്സിയുടെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എവിടെ നിൽക്കുകയാണെങ്കിലും ഓടി വരും കേട്ടോ. വെറുതെ ഒരു സൗണ്ട് കേൾക്കാൻ കൗതുകം. അങ്ങനെ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് അതിൽ അതൊക്കെ ആദ്യം അരിച്ച് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അമ്മ. അത് മാത്രമൊന്നും കേട്ടോ, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാട്ടോ മുട്ട ബീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ കേക്ക് ഉണ്ടാക്കുക. ഞാൻ എന്തൊക്കെയാണ് പറയണേ. അങ്ങനെ എന്താ 2 ടിന്നിലാക്കിയിട്ടാട്ടോ പറഞ്ഞത്. ഹൈറ്റുള്ള കേക്കാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ 2 പറഞ്ഞിട്ട് ഒരുമിച്ച് ഓവണക്ക് വെക്കാനാട്ടോ. അപ്പം മോളകത്തേക്ക് കയറ്റിട്ട് കേട്ടോ. അപ്പം മോളകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഓളെ മുന്നിലുണ്ടാവും കേട്ടോ കേക്ക് ഉണ്ടാക്കണോടത്ത്. ഓൾക്ക് കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോരെ, ഭയങ്കര ഇഷ്ടം. പക്ഷേ ഓളെന്താ ചെയ്യാറിയോ, കേക്ക് ഉണ്ടാക്കുമ്പോൾ അടുത്ത് കയറി നിന്നിട്ട് അവിടെ വലിച്ചിട്ട് ഇവിടെ വലിച്ചിട്ടൊക്കെ കൊളാക്കൂട്ടോ. ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തേക്ക് ഒഴിച്ച് വെച്ച മുട്ട എടുത്ത് താഴത്തേക്ക് വലിച്ചിടുക, മുട്ടയിൽ വെള്ളം ഒഴിക്കുക. ഉണ്ടാക്കി വെച്ച കേക്ക് താഴത്തേക്ക് വലിച്ചിട്ട ചരിത്രം അടക്കം കേട്ടോ. അതുകൊണ്ട് ഓളടുത്തേക്ക് വരുന്ന അമ്മക്ക് ഭയങ്കര പേടിയാട്ടോ. ഫ്രിഡ്ജൊക്കെ ഞങ്ങൾ പൂട്ടിയിടുക ചെയ്യുക. എങ്ങനെ പേടില്ലാതിരിക്കുക. ഒരു ദിവസം ഡെലിവറി ചെയ്യാൻ വെച്ച കേക്ക് എടുത്തിട്ട് ഓൾ മേശയുടെ മുകളിലെടുത്ത് താഴത്തേക്കാണ് കേട്ടോ. മൊത്തം കൊളായി ആ കേക്ക്. എന്നിട്ട് പിന്നെ അമ്മ ആദ്യം മിൽക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. എന്നിട്ട് ഓൾക്ക് പറഞ്ഞ സമയത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഓൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് ലെയർ കട്ട് ചെയ്തിട്ട് അമ്മ ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അങ്ങനെ എത്ര കഥകളുണ്ട് വെച്ചിട്ടാണ് ഞാൻ ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ അമ്മ ഐസിങ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഐസിങ് ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പണ്ടൊക്കെ അമ്മ എപ്പോഴും കേക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും കേട്ടോ. ഇപ്പം അമ്മ കേക്ക് തന്നെ ഉണ്ടാക്കി തരില്ല കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഇപ്പം ഷുഗർ കട്ടാണ്. അപ്പോൾ പിന്നെ അമ്മയും തിന്നും. അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴെങ്കിലും ഉള്ളൂ കേട്ടോ വീട്ടിലൊക്കെ തിന്നാൻ കേക്ക് ഉണ്ടാക്കില്ല. അതിനിടയിൽ ഉമ്മയുടെ ഫോൺ അടിച്ചിട്ടോ ഞാൻ അനിയത്തി എന്നിട്ട് വിളിച്ചിരുന്നത്. ഇമ്മ അവളോട് പിന്നെ വിളിക്കും ഞാൻ കേക്ക് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അമ്മ കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങിട്ടോ. ഇമ്മക്ക് പിന്നെ ഇതിലൊക്കെ നല്ല എക്സ്പെർട്ടാണ്. ഇക്കാണെങ്കിൽ കുറേ സമയം എടുക്കൂട്ടോ ചെയ്യാൻ. ഞാനും കുറച്ചൊക്കെ ചെയ്യും, പക്ഷേ എനിക്ക് ഇതിനൊന്നുള്ള ക്ഷമല്ല കേട്ടോ. നല്ല ക്ഷമ വേണമല്ലേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ. അങ്ങനെ ഇത് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടോ ചോക്ലേറ്റൊക്കെ എത്ര കൊടുന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവില്ല. ചോക്ലേറ്റ് മാത്രമല്ല മിൽക്ക് മെയ്ഡൊക്കെ കേട്ടോ. എന്താ കുട്ടികളെ അടുത്ത് ഇങ്ങനെ തിന്നേ, ഫ്രിഡ്ജ് തുറക്കുക എടുത്ത് കഴിക്കുക, അങ്ങനെയായിട്ട് പരിപാടി. ഇപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചോക്ലേറ്റ് കണ്ട ആരാ തിന്നാത്തല്ലേ. ഞാനും തിന്നലുണ്ടോ ചോക്ലേറ്റ്. എനിക്ക് വൈറ്റ് ചോക്ലേറ്റിനെക്കാട്ടും ഇഷ്ടം ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ. കേക്കും അങ്ങനെ തന്നെ കേട്ടോ. കേക്ക് ഇഷ്ടം വൈറ്റ് ഫോറസ്റ്റിനെക്കാട്ടും ഇഷ്ടം ഡാർക്ക് ഫോറസ്റ്റ് ചോക്ലേറ്റ് കേക്കൊക്കെ കേട്ടോ. അങ്ങനെ എന്താ ലെയറൊക്കെ വെച്ച് ഫുള്ളായിട്ട് ഐസിങ് ചെയ്യാൻ തുടങ്ങി കേട്ടോ.
നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കും കേട്ടോ. പക്ഷെ എന്നാൽ അമ്മക്ക് അവമോൾ വരുന്നതിന് മുന്നേ എല്ലാവരും ചെയ്യും വേണ്ട, നല്ല പെർഫെക്ഷൻ ആയിരിക്കണം. അതുകൊണ്ടായിട്ട് കുറേ ടൈം എടുക്കുന്നത്. എനിക്ക് ഈ പരിപാടിയൊന്നും തീരെ ശരിയാവും കേട്ടോ, ഈ ലാസ്റ്റ് ഐസിങ് ചെയ്യലൊന്നും. കാരണം തീരെ പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. അമ്മക്ക് അതൊക്കെ ഈസി ആട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നല്ല ക്ഷമമാണ്. നിൽക്കുക തീരെ ഇല്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ അറിയാം, പക്ഷെ എന്താ ചെയ്യുക, ഞാൻ ചെയ്താൽ ശരിയാവില്ല. ഞാൻ നിൽക്കലുമില്ല. അങ്ങനെ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് അപ്പോൾ ഓൾ വെച്ച് ഏതാ തീം എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മോം ടു ബിക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നിന്നാൽ പിന്നെ പിങ്കും ബ്ലൂ തന്നെ കേൾക്കാറില്ലേ, അത് പിന്നെ അങ്ങനെയാണല്ലോ വരുള്ളൂ കേട്ടോ. മോം ടു ബിയുടെ കേക്കൊക്കെ പിന്നെ പിങ്കും ബ്ലൂ ആയിട്ടാണല്ലോ വരിക. അങ്ങനെ നമ്മൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് അങ്ങനെ ഫോട്ടോ പ്രിൻ്റ് ഒട്ടിക്കുകയാണ് ചെയ്യണത്. പിന്നെ കുറച്ച് ബോൾസും പിന്നെ ഷുഗർ ബോൾസും ടോപ്പറും വെച്ചിട്ടാട്ടോ സെറ്റാക്കണത്. അങ്ങനെ ഹവ വന്നിട്ട് അപ്പോഴേക്ക് എന്നിട്ട് ഹവ അമ്മനോട് ചോദിക്കുന്നുണ്ട്, മമ്മ ഈ ആക്ടിവിറ്റി ടു യു ആർക്കാന്ന് കേട്ടോ. ആക്ടിവിറ്റി ടു യു നമ്മൾ ഉദ്ദേശിച്ചത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാട്ടോ. അവൾ കേക്കിന് അതാട്ടോ പറയുക. അപ്പം ഉമ്മ പറഞ്ഞു അതൊരു ചേച്ചിക്കാണ്, ഹവ്വക്ക് ഉമ്മ വേറെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ സമ്മതിച്ച് തരുന്നിട്ടത് ഹവ്വക്കാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ ഹവ്വക്കാണ്, ഹവ്വക്ക് ഉമ്മ അത് തരാം, അത് കഴിയട്ടെ കേട്ടോ, അത് സെറ്റാക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മ. അപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ബോൾസൊക്കെ വെച്ചു. ബ്ലൂവും പിങ്കും തന്നെ കേട്ടോ ബോൾസൊക്കെ വെച്ചിരിക്കുന്നത്. മോം ട്യൂബിയുടെ കേക്കാണല്ലോ, അപ്പോൾ അങ്ങനെ വെക്കണമല്ലോ. അങ്ങനെ ബോൾസൊക്കെ വെച്ചു, ടോപ്പർ വെച്ചു, എല്ലാം വെച്ചു കേട്ടോ. പക്ഷേ ഷുഗർ ബോൾസ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇബിന് നോക്കാൻ പോയി, അതാ കിട്ടാതിരുന്നത്. അങ്ങനെ കേക്കൊക്കെ സെറ്റായി റെഡിയായി. പറഞ്ഞു ഒരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.